മഴയൊന്നും ഇല്ലാത്ത ദിവസങ്ങളില് വെയിലാണല്ലോ എന്നോർത്ത് മടി പിടിച്ചിരിക്കാറാണ് പതിവ്. ഇതിപ്പോ ഒരു 3, 4 ദിവസമായി മുറ്റത്തേക്കൊന്ന് ഇറങ്ങാനോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. മഴയൊന്നും തോരുന്നേ ഇല്ലല്ലേ. ജൂലൈ മാസം അവസാനിക്കാറായിട്ട് നല്ലൊരു മഴ ഇങ്ങ് പെയ്തില്ലല്ലോ. ഇത്തവണ വെള്ളമൊക്കെ നേരത്തെ തീരുവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം മഴ അങ്ങ് തുടങ്ങി. പിന്നെ മണ്ണിടിച്ചിലായി, വെള്ളപ്പൊക്കമായി, ആകെ പ്രശ്നങ്ങളായി അല്ലേ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചേമ്പ് ചെടികളൊക്കെ ഞാനിങ്ങനെ മഴയത്തേക്കൊന്ന് ഇറക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പം മഴയൊക്കെ നനഞ്ഞ് നല്ല ഉഷാറായിട്ട് ഇപ്പോഴാണ് ഇതൊന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടിയത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മഴയാണെങ്കിൽ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇനിയും ഇങ്ങനെ വെച്ചിരുന്നാൽ ചീഞ്ഞു പോവോ എന്നൊരു സംശയമുണ്ട്. വെയിലും വെള്ളമൊന്നും അധികം വേണ്ടാത്തതായിരിക്കും എന്ന് ഓർത്ത് സെമി ഷെയ്ഡിൽ വെച്ചിരിക്കുകയായിരുന്നു ഞാൻ ഈ വലിയ അലോക്കേഷ്യ. പക്ഷേ അത് അവിടെ ഇരുന്ന് ആകെ നാശകോശമായി പോയായിരുന്നു. മഴയത്തേക്ക് ഇറക്കി വെച്ചപ്പോഴാണ് അത് നന്നായിട്ട് പുതിയ തളിരൊക്കെ വന്ന് ഇലകളൊക്കെ വിരിഞ്ഞു തുടങ്ങിയത്. ഇപ്പോൾ നല്ല ഉഷാറായി നിപ്പുണ്ടേ. ഇപ്പൊ ഈ കോർണറിൽ മാത്രമാണ് ഇതുപോലെ ഇല കൊഴിഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കാറുള്ളൂ. സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് തോന്നും. ആകമൊത്തം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് മുറ്റന്റെ പൊക്കത്തുനിന്ന് അത് നീങ്ങുന്നേ ഇല്ല. എന്താ പിന്നെയും മഴ തുടങ്ങിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന ഈ ചെടികൾ ഇനിയും ഇവിടുന്നെടുത്ത് മാറ്റിയില്ലെങ്കിൽ ഇനി അത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നല്ല രീതിയിൽ മഴവെള്ളം വീഴുന്നുണ്ട് കേട്ടോ ഇതിലേക്കൊക്കെ. സന്ധ്യ ആവാറായി, ചെറുതായിട്ടൊന്ന് മഴ തോർന്നപ്പോഴത്തേക്കും ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അടുത്ത മഴ വരാൻ പോകുന്നു. അതുകൊണ്ട് എന്റെ പണികളൊന്നും പൂർത്തിയായില്ല. തന്നെ മഴയൊക്കെ മാറി എല്ലാം ബാക്ക് ടു നോർമൽ ആവട്ടെ അല്ലേ.